അംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് നിരോധിച്ചത് സുരക്ഷാ ഭീഷണി മുൻനിർത്തിയെന്ന് സർക്കാർ വൃത്തങ്ങൾ. അതേസമയം നിരോധന നടപടിക്കെതിരെ വിമർശനവുമായി വിവിധ നേതാക്കൾ രംഗത്തെത്തി. അക്കൗണ്ട് നിരോധനം ജനാധിപത്യ വിരുദ്ധമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതിനിടെ താൻ വധഭീഷണിയും ജാതി അധിക്ഷേപവും നേരിടുന്നുവെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിച്ചു. CJPയെ പ്രതിരോധിക്കാൻ ഓഗി ജനതാ പാർട്ടി എന്ന അക്കൗണ്ട് സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കോക്രോച്ച് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു. हाँ मैं हूँ कॉकरोच, नीट का पेपर लीक हुआ ब्रो, सालों की मेहनत लूट के बोलते सब अंडर कंट्रोल. കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിനാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. CJPയുടെ നിലപാടുകളും സോഷ്യൽ മീഡിയ വഴിയുള്ള ആഹ്വാനങ്ങളും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്കെന്നാണ് വിശദീകരണം. എന്നാൽ നിരോധനത്തിന് പിന്നാലെ നിശബ്ദരാകാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി ഈസ് ബാക്ക് എന്നൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതിനും നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായി. CJPയുടെ സമൂഹമാധ്യമ ഇടപെടലുകൾ ശക്തമായതോടെ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് അഭിജിത് ദീപ്കെ പറയുന്നു. വാട്സാപ്പ് വഴി ഭീഷണി സന്ദേശം എത്തിയതിന്റെ സ്ക്രീൻഷോട്ട് അഭിജിത് എക്സിൽ പങ്കുവച്ചു. അക്കൗണ്ട് പൂട്ടിയില്ലെങ്കിൽ കൊല്ലുമെന്നാണ് ഭീഷണി. അതിനിടെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്ന് കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ അഭിജിത്തിനെതിരെ കടുത്ത ജാതി അധിക്ഷേപമാണ് ഉയരുന്നത്. CJPയുടെ നിലനിൽപ്പ് സംബന്ധിച്ച ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടെ ഇവരുടെ ദളിത് വിഷയങ്ങളിലെ നിലപാട് എന്തെന്ന ചോദ്യം ഉയർന്നിരുന്നു. തുടർന്ന് താനൊരു ദളിതനാണെന്നും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു അഭിജിത് ദീപ്കയുടെ മറുപടി. പിന്നാലെയാണ് അഭിജിത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ജാതി അധിക്ഷേപം നേരിട്ടത്. സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളിൽ നിന്നും വിമർശനം കടുക്കുന്നതിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP പുതിയ ക്യാമ്പയിനും തുടക്കമിട്ടു. यार मुझे सभी लोग बोल रहे हैं आप इंटरनेट पर धमाल मचा रहे हो, लेकिन मुझे लगता है अब कुछ असली काम करने का भी वक्त आ गया है, जिसके लिए हमने ये शुरू किया था. तो आज हम एक पिटीशन शुरू करने जा रहे हैं जहां पर हम एजुकेशन मिनिस्टर का रेजिग्नेशन मांगने जा रहे हैं. तो आप सभी लोग इसको ज्यादा से ज्यादा नंबर्स में साइन करिए और सपोर्ट कीजिए, क्योंकि अब वक्त आ गया है टू मेक दिस सिस्टम अकाउंटेबल. CJPയുടെ പേരിനായി 3 ട്രേഡ്മാർക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. സംഘടനയുമായി ബന്ധമുള്ളവർ തന്നെയാണ് രാഷ്ട്രീയ സാമൂഹ്യ സേവനങ്ങൾ നൽകുന്ന വിഭാഗത്തിന് കീഴിൽ അപേക്ഷകൾ ഫയൽ ചെയ്തിരിക്കുന്നത്. CJPയുടെ എക്സ് അക്കൗണ്ട് നിരോധനത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സർക്കാർ CJPയെ കണ്ട് ഭയന്നിരിക്കുകയാണെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പരിഹസിച്ചു. कॉकरोच पार्टी से सरकार डर गई. ये सरकार ऑपरेशन सिंदूर करने वाली सरकार, हाँ, कॉकरोच से डर गई, भारत के युवाओं से डर गई, वो भी आलसी और बेरोजगार. CJP വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ലെന്നും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയും നിരാശയും പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണെന്നും ശശി തരൂർ MP എക്സിൽ കുറിച്ചു. CJP വിഷയം ഗൗരവമുള്ളതാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. അതിപ്പോ വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. അങ്ങനെയാണ് അതിന് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. NDA ഭരണത്തിലെ യുവാക്കളുടെ വലിയ അസംതൃപ്തിയും രോഷവുമാണ് CJPക്കുള്ള പിന്തുണയിലൂടെ വ്യക്തമാകുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MPയും പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ രൂപത്തിലുള്ള സറ്റയർ രൂപത്തിൽ വരുന്നതിൽ യാതൊരു അത്ഭുതമില്ല. അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. ഇതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി വിമർശിച്ച് ഓഗി ജനതാ പാർട്ടി എന്ന അക്കൗണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. CJP സ്ഥാപകനായ അഭിജിത് ദീപയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ് ഓഗി ജനതാ പാർട്ടിയുടെ ആരോപണം. പാർട്ടികളെ ഇല്ലാതാക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമായി OGP പറയുന്നത്. ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കൊളാഷും ഇവർ പങ്കുവച്ചു. മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരു 6 പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ CJP പോലെ സ്വീകാര്യത നേടാൻ OJPക്ക് ആയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.